ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് കർത്താവിന്റെ ആ ഗതശമനയിലെ നെഞ്ച് പൊട്ടിയുള്ളതാകുന്ന പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 22:39 മുതൽ കീഴ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ താന് ശിഷ്യന്മാരുമായി പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവരുമായിട്ട് കടന്നു ചെന്ന് ഒരു കല്ലേറ് ദൂരത്തോളം മാറിപ്പോയി താൻ പ്രാർത്ഥിച്ച് തൻ്റെ നെഞ്ച് പൊട്ടിയത് കൊണ്ടാണ് തൻ്റെ രക്തം വിയർപ്പായിട്ട് രോമകൂപങ്ങളിലൂടെ അത് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് തൻ്റെ പ്രാർത്ഥന അതായിരുന്നു. അഥവാ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹി വാസ് ഡിസോൾവിങ് അവേ ഇൻ ടീയേഴ്സ്. അവിടുന്ന് കണ്ണുനീരില് ഉരുകുകയായിരുന്നു എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. In the soul strength of his constitution was turning to liquid as if molten by the furnace heat of his afflictions. അഥവാ അവിടുത്തെ ശരീരത്തിന്റെ ഖരാവസ്ഥ ദ്രവാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. തന്റെ കഷ്ടതയുടെ ചൂളയിൽ നിന്ന് ആ ചൂടിനാല് താന് ഉരുകുകയായിരുന്നു എന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ സകല വേദനകളും പാപത്തിന്റെ സകല കഠിനതകളും ശാപവും ഇതെല്ലാം അവിടുന്ന് ഏറ്റെടുത്തപ്പോൾ ഇപ്രകാരം താന് രക്തം വിയർത്തുകൊണ്ട് ഉരുകുന്ന അനുഭവമാണ് നമുക്ക് ആ ഗതശമനയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ എബ്രായ ലേഖനത്തിലും തൻ്റെ ആ പ്രാർത്ഥന, അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഭയഭക്തി നിമിത്തം തനിക്ക് ഉത്തരം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്തായിരുന്നു ആ ഉത്തരം? മാനവകുലത്തിന്റെ രക്ഷ, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ, നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പ്, അതായിരുന്നു ആ ഉത്തരം എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. നാം ഇന്ന് ഉരുകുന്ന അനേക വിഷയങ്ങളുണ്ട്, ചിലർ നെടുവീർപ്പിടുന്ന അനേക വിഷയങ്ങളുണ്ട്. എന്നാൽ നാം എത്ര ഉരുകിയിട്ടും അതിനൊന്നും നമുക്ക് പരിഹാരം കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമ്മുടെ അരുമനാഥന്റെ കയ്യിലേക്ക് നാം ഇന്ന് ഉരുകുന്ന വിഷയങ്ങളെ ഏൽപ്പിച്ചാൽ നമുക്ക് വേണ്ടി ആ കണ്ണുനീരിൽ ഉരുകിയ ഒരു നാഥനുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും പലരും അരുമനാഥന്റെ അടുക്കലേക്ക്, രക്ഷകന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയാതെ പലവിധമാകുന്ന കുറുക്കുവഴികള് അവലംബിച്ച് നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും മറ്റ് യാഗങ്ങളും ഇതെല്ലാം തേടി എങ്ങനെയെങ്കിലും കുറുക്കുവഴികളിലൂടെ വിടുതലെടുക്കുവാനായിട്ടും രക്ഷപ്രാപിപ്പാനായിട്ടും അനേകർ ഇന്നും തുനിയുന്നതിന്റെ പശ്ചാത്തലമാണ് ഇന്നും വേദനകളും ശാപങ്ങളും രോഗങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് വേണ്ടി അവിടുത്തെ ഖരാവസ്ഥയെ മാറി ദ്രവാവസ്ഥയിലേക്ക് മാറിയ അല്ലെങ്കിൽ ആ കണ്ണുനീരിൽ ഉരുകിയ അരുമനാഥന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്താൽ തന്നെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടുത്തെ കരങ്ങളിലുണ്ട്. സകല പ്രശ്നങ്ങൾക്കും ഏക പരിഹാരം ക്രിസ്തു ഒരുവൻ മാത്രം എന്ന് നമുക്ക് തിരുവചനം വെളിപ്പെടുത്തി തരികയാണ്. ആ ദൈവാഖരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷിതാവിനെ കാൺക പാപി
ക്രൂശിന്മേൽ തൂങ്ങുന്നു നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു രക്ഷിതാവിനെ കാൺക പാപി ധ്യാ